ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മത്തങ്ങ കൊണ്ടൊരു മോരുകറി വെക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് മത്തങ്ങ, ഒരു കപ്പ് കഷ്ണങ്ങളായി നുറുക്കി, പച്ചമുളക്, അതെല്ലാം മാറ്റി വയ്ക്കുക. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ട് കടുക് പൊട്ടിച്ചു, വറ്റൽമുളക്, കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് വറവിലിട്ടതിന് ശേഷം നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങളായി നുറുക്കിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ആ എണ്ണയിൽ കിടന്നൊന്ന് വഴറ്റിയെടുക്കണം. മത്തങ്ങ മാത്രം ഇട്ടുകൊണ്ട് വയ്ക്കുന്നൊരു മോരുകറി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ്. കൂട്ടത്തിൽ ഒരു 2 പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുക. ഇനി അവയെല്ലാം ഒന്ന് നന്നായി ചേർത്ത് ഇളക്കി ഒരു 10 മിനിറ്റ് എണ്ണയിൽ കിടന്നൊന്നാവുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ മോരുകറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയാണ്. അപ്പോഴേക്കും നമ്മൾ നാളികേരം, കുരുമുളക്, പച്ചമുളക്, ചുവന്നുള്ളി, ഒരു ചുവന്നുള്ളിയും ചേർത്ത് അരപ്പ് തയ്യാറാക്കി വെക്കണം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയും വേണം. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മളുടെ മത്തങ്ങ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. മുളക് പൊടി ചേർക്കാതെ പച്ചമുളകും കുരുമുളകും മാത്രമാണ് എരിവിനായിട്ട് ചേർക്കുന്നത്. ഒരു സ്പൂണ് ഉപ്പ് ചേർത്തു, അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണയിൽ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതൊന്ന് എണ്ണയിൽ വഴറ്റിയിട്ടേ ഉള്ളൂ, ഇനി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ഏകദേശം അതൊന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഇഷ്ടമുള്ളവർക്കൊന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ മത്തങ്ങ. അപ്പോൾ നമുക്ക് കറിക്കൊരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കറിക്ക്. കൂടരുത് കേട്ടോ, മധുരം കൂടരുത്. ഇനി നമ്മളുടെ തൈര്, പാകത്തിന് പുളിയുള്ളൊരു തൈര് നമ്മൾ 1/2 കപ്പ് എടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ഉപ്പും പുളിയും എരിവെല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് അത് തിളച്ചതിന് ശേഷം നമ്മൾ തൈര് ചേർത്ത് കൊടുത്താൽ അത് പിരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ആ സമയത്ത് നമ്മൾ തീ ഇടേണ്ടത്. ഇനി ആ സമയം നമുക്ക് നാളികേരം അരച്ചതും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി തിളച്ചൊന്ന് വരുമ്പോഴേക്ക് തന്നെ നമുക്കതൊന്ന് ഓഫാക്കിയെടുക്കാം. കുറച്ച് നേരം തിളയ്ക്കാൻ പാടുള്ളൂ, നല്ലോണം കിടന്ന് തിളയ്ക്കരുത്. അപ്പോൾ നമ്മളുടെ കറിയുടെ ആ ഒരു ടെക്സ്ചർ നഷ്ടപ്പെടും. അപ്പോൾ നാളികേരം തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് തിളച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളുടെ മത്തങ്ങ കൊണ്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വറവിടുന്നില്ല, കാരണം വറവിലിടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വറവിലിട്ടിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയത്. അപ്പോൾ പിന്നെ ഇനി വീണ്ടും വറവിലിടേണ്ട ആവശ്യമില്ല. നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിലേക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത വിഭവമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.